ഇതൊക്കെയാണ്. സുദർശന ചക്രമുണ്ട്. അതുപോലെ പാഞ്ചജന്യം എന്ന ശംഖ്, കൗമോദകി എന്ന് പറഞ്ഞ ഗദ, നന്ദകി എന്ന് പറഞ്ഞ വാള്, അതുപോലെ അങ്കദ, വള, തള, നൂപുരം, കാഞ്ചി, എന്തെല്ലാം ആഭരണങ്ങളാണല്ലേ. ഈ അലങ്കാരങ്ങളെല്ലാം ആകും വണ്ണം നിന്മയി കുറിക്കൊണ്ട് എനിക്ക് ആവുന്ന പോലെ അവിടുത്തെ ഈ രൂപം ഞാൻ മനസ്സിലങ്ങനെ സ്മരിച്ചുകൊണ്ട് ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ മോക്ഷദായകൻ, ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരെ അർദ്ദനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ദൈത്യന്മാർക്ക് പീഡനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ജനത്തെ അല്ലെങ്കിൽ ജന്മം ഇല്ലാതെയാക്കുന്നവൻ, മോക്ഷദായകൻ, ജനങ്ങളാൽ യാചിക്കപ്പെടുന്നവൻ, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ജനാർദ്ദനൻ എന്നുള്ള ആ ഒരു പേരിന്. ഭവൽക്കാരുണ്യപാഥേയവാൻ, അവിടുത്തെ കാരുണ്യമായ പാഥേയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്, നമ്മൾ യാത്രക്കിടയിൽ കരുതുന്ന വിശക്കുമ്പോൾ കഴിക്കാനുള്ള ചോറ്, പൊതിച്ചോറ്, അതാണ് പാഥേയം. അപ്പോൾ ഈ ജീവിതയാത്ര നടത്തുമ്പോൾ ഈ ഭഗവാന്റെ കാരുണ്യം മാത്രമാണ് ഏക അവലംബം എന്നാണ് പൂന്താനം പറയണത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ സർവാംഗഭൂഷണം അലങ്കൃതം ആയിട്ടുള്ള ആ രൂപം ആവുന്നേടത്തോളം മനസ്സിൽ അങ്ങനെ കരുതിക്കൊണ്ട്, അതാണ് നമ്മുടെ പാഥേയം. മനസ്സിന് അങ്ങനെ കാലം കഴിച്ചോളാം എന്നാണ് പൂന്താനം പറയണത്. ആ ഭഗവാന്റെ ആ സർവാംഗഭൂഷണം ആയിട്ടുള്ള ആ രൂപം മനസ്സിൽ കരുതിക്കൊണ്ട്, അത് പാഥേയമായി കരുതിക്കൊണ്ട് ഈ ജീവിതയാത്ര അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം. അടുത്ത ശ്ലോകം. ശ്രീപാദം വാഴുക വാമാലയ നിലയ ഭവൽ ശ്രീപദാംഭോരുഹത്തെ ശ്രീനാമം കൊണ്ടു നിത്യം നിരവധി പരമാനന്ദമൂർത്തേ നിഷേവേ ശ്രീമൂർത്തിം കണ്ട് ആത്മനി സതതമുറപ്പിച്ചു ദേഹം ത്യജിച്ചിട്ടീ മൂർത്തിക്കൈക്യമേകീടുക ഗുരുകരുണാവാരിധേ വാരിജാക്ഷ. വാമാലയ നിലയ എന്ന് പറഞ്ഞാൽ ഇടത്തുപുറത്തപ്പൻ. ശ്രീപാദം വാഴുക, അവിടുത്തെ തൃപ്പാദം വിജയിക്കട്ടെ, ഭഗവാന്റെ പാദം ജയിക്കട്ടെ എന്നാണ്. ഭവൽ ശ്രീപാദാംഭോരുഹത്തെ, ആ